ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട 3 കോണ്ടസ്റ്റന്റ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഗബ്രി, ഒന്ന് ജാസ്മിൻ, മൂന്നാമതായിട്ടുള്ള നമ്മുടെ ജിൻഡോയാണ്. ഇപ്പോ ഗബ്രി പുറത്തുപോയി. ഓക്കെ, ഇപ്പോ ജിൻഡോയും ജാസ്മിനും വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് അവരുടെ പെർഫോമൻസ് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു എന്താ പറയാ അതിര് കടന്നിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഗബ്രി അത് അംഗീകരിച്ചു തരുന്നില്ല. അവർ പറയുന്നത് ഞാൻ പൊതുവെ ഇങ്ങനെയാണ്, പുറത്തെത്തി കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ സുഹൃത്തുക്കളോട് പെരുമാറുക എന്നത്. അതായത് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക എന്നുള്ളതും സ്പർശിക്കുക എന്നുള്ളതും ഒന്നും അത് എന്താ പറയാ സൗഹൃദത്തിന്റെ അതിർവരമ്പ് കടക്കുന്നതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഗബ്രി കാണാത്തതായിട്ടുള്ള പലതും, നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയതായിട്ടുള്ള പലതും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം പക്ക എഡിറ്റഡ് ആണ് എന്നൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ പറയുമ്പോഴും ഗബ്രി പറയുന്നത് അങ്ങനെയല്ല, ഇത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് ഒരുപാട് വൃത്തികേടുകളുണ്ട് അല്ലെ. ഒരു സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങളല്ല ആ ഒരു മാറിടത്തെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ ഊതുന്ന സമയത്ത് ഒന്ന് കാണട്ടെ എന്നും കാണിച്ചു തരട്ടെ എന്നും എന്നെ കാണാമെന്നും ഒക്കെ പറയുന്ന തരത്തിലേക്കൊന്നും സൗഹൃദം ഒരിക്കലും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദത്തിൽ വരാറില്ല എന്നുള്ളതാണ്. അത് അതിർവരമ്പുകൾ താണ്ടിക്കൊണ്ടുള്ള പറച്ചിലുകളാണ്. പക്ഷേ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് 2 പ്രണയിനികളായിട്ട് നമുക്ക് ഇവിടെ മത്സരിക്കാം, നിൽക്കാം, എന്നിട്ട് കപ്പടിച്ചു പോകാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് ജാസ്മിന്റെ ജീവിതം പോലും നശിപ്പിച്ച് തട്ടിക്കളഞ്ഞുകൊണ്ട് പുറത്തു വന്നു. എന്നതിന് ശേഷം പറയാം ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തോന്നിയതാണ്, ഞാൻ പുറത്ത് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു അവതാരികയല്ല, സത്യം പറഞ്ഞാൽ ന്യൂസ് വായിക്കുന്ന ആളുകളാണ്. എന്തിനാണ് ഇത്തരം പ്രോഗ്രാമിലുള്ള ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടിരുത്തി ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല. അവർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് കേൾക്കാം. ഞാൻ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത്. അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു. നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അവിടെ ഒരു സദാചാര കണ്ണ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം, ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം. നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾക്ക് തോന്നിയതാണ്, പ്രേക്ഷകർക്ക് തോന്നിയതാണ് എന്ത് വൾഗറായിട്ട് ഞങ്ങൾ പെരുമാറി എന്ന്, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയെന്ന്, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത്. ഈ മോശപ്പെട്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കാം. ജാസ്മിൻ ഓൾറെഡി കല്യാണമെല്ലാം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. അവരുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ അവരെ തോളിൽ ഏറിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഗബ്രിയുടെ വിഷയത്തിൽ ഗബ്രി ആരാണ് എന്താണ് എന്നൊക്കെ ഇതിൽ വന്നതിന് ശേഷം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, റിച്ച് ആണ് അല്ലെ, അത് തന്നെയാണ്. അപ്പൊ ഇതിനകത്തേക്ക് വന്ന് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ മൂലം, അതങ്ങനെ തന്നെ പറയാം, അതുമൂലം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഇപ്പോഴും ജാസ്മിൻ വിചാരിച്ചിരിക്കുന്ന അഫ്സൽ അമീർ എന്ന് പറയുന്ന തൻ്റെ കല്യാണം ഉറപ്പിച്ച തൻ്റെ കാമുകൻ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അയാള് അത് ഫേസ്ബുക്കിൽ നിങ്ങൾ സൈഡിൽ കാണും, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ജാസ്മിൻ ഒഴിവാക്കി പോയി. അങ്ങനെ ഒഴിവാക്കി പോകണമെങ്കിൽ അത് അയാളുടെ തെറ്റാണ് എന്നൊക്കെയാണ് ഗബ്രി പുറത്തിരുന്ന് പറയുന്നത്. ഇപ്പോൾ അത് വലിയ രീതിയിൽ സൈബർ അറ്റാക്കിലേക്ക് വന്നിട്ടുണ്ട് ആളുകൾ ഗബ്രിക്ക്. അപ്പൊ ഗബ്രി മനസ്സിലാക്കുകയാണ്, അപ്പോൾ വിഷ്വൽ കണ്ടിട്ടുണ്ടാവും, അതിൽ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട്, വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ എഡിറ്റഡ് പ്രോഗ്രാമാണ്, എഡിറ്റ് ചെയ്ത് നമുക്ക് കാണിക്കുന്നത് അവർ ചെയ്യാത്ത കാര്യങ്ങളല്ല, ചെയ്തത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗബ്രി ഇപ്പോൾ ഇവിടെ ഇരുന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും അകത്ത് വന്ന് ഇത് നമ്മുടെ പയ്യൻ തന്നതാണ്, അഫ്സൽ തന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ടെഡി ബിയറൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ അഫ്സൽ ഇതുവരെ ആയിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അത്രക്ക് മാനാഭിമാനമുള്ള ആളുകൾ ഇനി ജാസ്മിനെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വൃത്തികേടുകൾ അവിടെ അവരെ കാണിച്ചിട്ടുണ്ട്. സൗഹൃദമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ വൃത്തികേടുകളല്ല അല്ലെങ്കിൽ വൃത്തികേടുകളാണ് എന്ന് ഗബ്രിക്ക് തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെയാണ്. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ശരിക്കും മനഃപൂർവ്വം തന്നെയാണ്. ഇനി ഇപ്പോൾ ഇവിടെ ഇരുന്ന് മാപ്പ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് കൃത്യമായിട്ട് സ്പോയിലർ ആയിട്ടുള്ളത്. പണം കിട്ടും, അതിനുള്ളിൽ പോയി പണം കിട്ടും, തിരിച്ചു വരുമ്പോൾ ഇനി അഫ്സൽ ഇല്ലെങ്കിൽ വേറൊരു ആളെ വിലക്ക് കിട്ടും, സംശയമൊന്നുമില്ല.
ഗബ്രി ബിഗ് ബോസിലുള്ള സമയത്ത് ഇവരെ ഒരു ഭാര്യ ഭർത്താവ് ആ ഒരു ലെവലിലൊക്കെ തന്നെയായിരുന്നു കാട്ടിക്കൂട്ടിരുന്നത്. ഗബ്രിക്ക് വേണ്ടി ജാസ്മിനും, ജാസ്മിക്ക് വേണ്ടി ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുകയും കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലുകളും പല രീതിയിലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ പോലും ജാസ്മിനെയും ഗബ്രി അങ്ങോട്ട് അന്യോന്യം സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വയസ്സിന് മൂത്ത് എത്രയോ പ്രായമുള്ള ഒരാളെയാണ് എടാ പോടാ പെണ്ടി എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെ, അയാളങ്ങ് തല്ലുന്നത്. അതിനൊക്കെ ഗബ്രി കൂട്ടു നിൽക്കുന്നുണ്ട്. ഗബ്രി അങ്ങനെ ചെയ്യുമ്പോൾ ജാസ്മിനും കൂട്ടു നിൽക്കുന്നുണ്ട്. വൃത്തികേടുകൾ കാണിക്കുന്നു, പറയുന്നു. ഇതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചു തരേണ്ടതായിട്ടില്ല, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ക്ലിപ്പുകളിൽ അതൊക്കെ ഉണ്ട് താനും, അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ നെറികേടുകളൊക്കെ കാണിച്ചതിന് ശേഷം ഗബ്രി പുറത്തിരുന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, അങ്ങനെ തോന്നുമെങ്കിൽ നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല പണി കിട്ടി, അതുകൊണ്ട് അവര് വാക്കുകൾ തിരുത്തുകയാണ്. ഞാനൊരാളെ ഹഗ് ചെയ്യുമ്പോഴോ ഒരാളെ കൈപിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫർട്ടാണ്. അതിലൊരു സെക്ഷൽ എലമെന്റിനേക്കാൾ ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതെന്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനുകളുടെ പുറത്ത്, ദുർവ്യാഖ്യാനങ്ങളുടെ പുറത്ത് അതിലൊരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ഓൾ ഓഫ് ദാറ്റ്. അതല്ലാതെ എനിക്ക് അതിൽ എന്റെ നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അച്ഛനും അമ്മയും സുഹൃത്തുക്കളെയൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ്, അതായത് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ അതിൽ ഒരു വൃത്തികേടില്ല, ഉമ്മ വയ്ക്കുന്നതിൽ വൃത്തികേടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അച്ഛനെയും അമ്മയും സുഹൃത്തുക്കളെയും നിങ്ങൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ ഒരു ബന്ധത്തിൽ ഉള്ളതുപോലെ അല്ലായിരുന്നു ഒരു പക്ഷേ ജാസ്മിനുമായി നിങ്ങൾ അവിടെ പെരുമാറിയിരുന്നത്. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകൾ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? കാണിച്ചു തരുമോ, തൊടട്ടെ, കൈയിടട്ടെ, അങ്ങനെയൊക്കെ വൃത്തികേടുകൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മൂടി വെക്കാൻ നിങ്ങൾക്ക് കൊണ്ട് കഴിയില്ല. കാരണം അതൊക്കെ ലക്ഷക്കണക്കിന് മലയാളികൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം ആളുകൾ നിങ്ങളെ എടുത്ത് പുറത്തേക്ക് ഇട്ടത്. വളരെ മോശമാണ്. ഇപ്പോൾ ശരണ്യ എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പറയുന്നു, അവരെ ഡയറക്റ്റ് ആണ് ബിഗ് ബോസ് വിളിച്ചത്, എനിക്ക് ഓഡിറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല, നേരിട്ട് വിളിച്ചു എന്ന് പറയുന്നു. അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തോട് അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ വലിയ രീതിയിൽ എന്തൊക്കെയോ തിരിമറികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഗബ്രി ജാസ്മിനോടോ ജനങ്ങളോടോ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു പെൺകുട്ടി ശരിക്കും നാണം കെട്ടു, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് ആ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മാറുകയാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? അത് പരമാവധി കിട്ടുന്ന അവസരമാണ് എന്ന് വിചാരിച്ച് അത് മുതലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് സൈബർ ബുള്ളിംഗ് നടക്കുന്നത്. കാരണം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇപ്പോഴും എന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. PR ടീമുകളുടെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്ന ദേഷ്യം തീർക്കുന്നതാവാം. ഇങ്ങനെയാണെങ്കിലും ആ ഗെയിം അവിടെ കഴിഞ്ഞു. ഞാൻ എന്റെ ഗെയിം ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ആരോടും വിദ്വേഷമോ ആരോടും പ്രത്യേകിച്ച് വെറുപ്പോ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഞാൻ ആ വീട്ടിൽ ഇറങ്ങിയത്. എനിക്ക് അവിടെ ഉള്ളത് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, എന്റെ സൗഹൃദങ്ങളാണ്, എന്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ആ ചാപ്റ്റർ വെച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാവുന്ന റിക്വസ്റ്റ്. ഒരാളുടെ ജീവിതം ഫുള്ള് കളഞ്ഞു, ഇല്ലാണ്ടാക്കി. അത് ആ പെണ്ണിന്റെ ജീവിതം പോയി. എന്നിട്ട് പുറത്തു വന്നിട്ട് എന്നെ ഉപദ്രവിക്കരുത്, നാണം കെട്ടിത്തരുന്ന ഗബ്രിക്ക് ഇനിയും ഒരു പെൺകുട്ടിയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സിനിമയിലൊക്കെ അഭിനയിക്കുന്നു, സാമ്പത്തിക പ്രതിബദ്ധത ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ജാസ്മിൻ്റെ പേരിൽ വലിയ രീതിയിൽ കളങ്കപ്പെട്ടു. ഓൾറെഡി അവർ പറഞ്ഞ കുറേ വാക്കുപിഴകളുണ്ട്. ഞാൻ വൃത്തിയില്ലാത്തവളാണ്, കുളിക്കാറില്ല, അതൊന്ന്, അല്ലേ, വല്ലപ്പോഴും കുളിക്കാറുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ, വീഡിയോക്ക് ഈ ഒരു പ്രോഗ്രാമിന് പുറത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇസ്ലാംപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അവരുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കുറേ മണ്ടത്തരങ്ങൾ, ബിഗ് ബോസിൽ വേറെ പുറത്ത് വേറെ, അങ്ങനെ കുറേ എന്താ പറയുക, ഒരു ശരിക്ക് ഒരു കറക്റ്റ് പേഴ്സണൽ ഒറിജിനൽ അല്ല എന്ന രീതിയിൽ ജാസ്മിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം ഉറപ്പിച്ച പയ്യനെ നാണം കെടുത്ത് ഇല്ലാണ്ടാക്കി. അവർ നാണക്കേട് ഉണ്ടാവാതിരിക്കുക എങ്ങനെ? ഇപ്പം നിങ്ങൾക്കൊരാളുടെ ആരെങ്കിലും ഒരു കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി മറ്റൊരാളും ഒത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുത്തിമറഞ്ഞ് അവരുടെ പല ശരീരഭാഗങ്ങളിലും സ്പർശിക്കുകയും അത് കാണിച്ചു തരും എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? കാലം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നാട്ടിൽ അത്ര വലിയ പരിഷ്കരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നില്ല. അമീർ എന്ന് പറയുന്ന പാവപ്പയ്യന് അത് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് ഭവിച്ചത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് എൻ്റെ പൊന്നോ അതിൽ നിന്ന് ഒഴിവാക്കി ജാസ്മിനെ എന്ന് പറഞ്ഞിട്ട് മാറുന്നത്. അപ്പോഴും അവരുടെ അച്ഛനും അമ്മയും നുണകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് ഇവൻ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടെഡി ബിയറുമായി അവിടെ ചെല്ലുന്നു. ഗബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ വാങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു നാടകീയത നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോഴും ജാസ്മിനെ കപ്പടിപ്പിക്കണം, ഞങ്ങൾക്കുണ്ടായ നാണക്കേട് പോയി പോട്ടെ, പുല്ല് പണം കിട്ടിയ പവറായി എന്ന് പറയുന്ന ഒരു അച്ഛനെയും അമ്മയും ഒക്കെ
മോശം. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് എവിടെയാ, ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നിട്ടാ. അത് കണ്ടപ്പോൾ എങ്ങനെ ഇവർക്ക് ഇങ്ങനെയുള്ള ന്യൂസുകൾ കൊടുക്കാൻ തോന്നുന്നു എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അവനായിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫ് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിനെ ഇപ്പോൾ കിടന്ന് കുത്തിമറിയാൻ ജനങ്ങൾ കണ്ടതാണ് തെറ്റ്, ഞങ്ങൾ ചെയ്തതല്ല തെറ്റ് എന്ന് പറയുന്ന രീതിക്ക് മാറ്റുമ്പോൾ നമ്മളെന്താ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുക.